Good afternoon. Welcome back to our class. All of you take your text. Juven Maria, please unmute. Okay. Juven Maria, പാടിച്ചാർ ആ പാഠം കണ്ടോ നമ്മള് അതില് ആ പാഠത്തില് എല്ലാം കുഞ്ഞിന് മനസ്സിലായോ? മനസ്സിലായിരുന്നോ? ജീവൻ മരി ഒരു കാര്യം ചെയ്യണം, ആ പാഠഭാഗം എടുത്തിട്ട് ഒന്ന് വായിച്ചു കേൾപ്പിക്കണം മിസ്സിനെ. ഏത് പാഠഭാഗമാ? പാട് ചാർ. ബർത്തൻ യുറ്റൻസിൽ, അച്ഛൻ കോട്ട്, ചൽക്കം തണിപ്പ്, ബർഗത്ത് ബനിയൻ. ഓക്കെ, താഴെയുള്ള ആ വേർഡ്സ് കൂടെ ഒന്ന് വായിച്ചു കേൾക്കണം. കസർത്ത്, ദശരഥ്, നട്ഖട്ട്, ചട്പട്ട്, സർഗം, ഹർദം. ഓക്കെ ഓക്കെ, ബസ് ഗുഡ്, വെരി ഗുഡ്, ക്യാച്ച് ചെയ്തിട്ടുണ്ട്. ഗുഡ്. നെക്സ്റ്റ് ഇഫ്ര ഫാത്തിമ. ഇഫ്ര ഫാത്തിമ. സർഗം ഹർദം കഴിഞ്ഞിട്ടുള്ള വാക്കുകൾ വായിക്കണം. അച്ചിക്കൻ, മഗമൽ, ഉബുവൻ, ഉൽച്ചൻ. ഓക്കെ. ചലഗം, ബർഗദ്, ബർഗത്. ബർത്തൻ. ഓക്കെ. പൻഖഡ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, ശ്രദ്ധിച്ചിട്ടുണ്ട്. എറിക് അഗസ്റ്റിൻ, പ്ലീസ് അൺമ്യൂട്ട്. പൻഖഡ് കഴിഞ്ഞിട്ട് ബാക്കി വായിക്കും. ശർബത്ത്. അൺമ്യൂട്ട് ആയില്ല. ശർബത്ത്. ബച്ചപ്പൻ. കതിരൻ. ഉബുട്ടൻ. ഓക്കെ, ഗുഡ് ഗുഡ്. മുഹമ്മദ് അഫ്ല, പേജ് നമ്പർ 12. നെക്സ്റ്റ് പേജ് എടുത്തേ. മുഹമ്മദ് അഫ്ല വായിച്ച മോനെ. നീച്ചെ ദിയെ ഗയെ വാക്യ പഠ. ആ അതൊന്ന് വായിക്കണം. ആ ഒരു സെന്റൻസ് വായിക്കാം ആദ്യത്തെ. പ്ലീസ് അൺമ്യൂട്ട്. ദശരഥ് ഇധർ ആ. ഗുഡ്. കസ്രത്ത് കർ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ബസ്. ഋഷികേഷ് അഭിലാഷ്. ഋഷികേഷ് അഭിലാഷ്. നെക്സ്റ്റ് സെന്റൻസ് വായിച്ച മോനെ. ബർത്തൻ രഗ്. നെക്സ്റ്റ് സെന്റൻസ് ഇവിടെ വായിക്കേ. അബ്ജദ്, അംജദ്.
അംജദ് ഒരു പേരാണ്. അംജദ് ശർബത്ത് ചക്ക്. ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ ഇപ്പൊ വിളിച്ചത്? മുഹമ്മദ് അഫ്ലെ അല്ലേ? വായിച്ചു. അഫ്ല വായിച്ചില്ലേ? ഇപ്പോഴാരാണ് പേര് പറഞ്ഞ? ഇപ്പൊ വായിച്ചത് ആരായിരുന്നു? ഋഷികേശ്. ഋഷികേശ് ആയിരുന്നു. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ഋഷികേശിന് സയാൻ. സയാൻ. നെക്സ്റ്റ് സെന്റൻസ് വായിച്ചു മോനെ. സയാൻ കെ എൻ. ഇത് വായിക്കാൻ പറഞ്ഞൊരു കാരണമുണ്ട്, ലാസ്റ്റ് പറയാം. സയാൻ കെ എൻ. പ്ലീസ് അൺമ്യൂട്ട്. അംജദ് ശർബത്ത് ചക് വരെ വായിച്ചു. ഓക്കെ. ഉപ്പുവൻ. ഓക്കെ. തക്ക്. ചൽ. ഓക്കെ, ഗുഡ്. ഓക്കെ. വായിക്ക്, അക്ഷരങ്ങൾ കൂട്ടി കൂട്ടി വായിക്ക്. സയാൻ പോകല്ലേ, അതുകൂടെ വായിക്ക്. ഉബുവൻ തക്ക് ചൽ. റേഞ്ച് പ്രോബ്ലം ഉണ്ടോ? ഓക്കെ, റേഞ്ച് പ്രശ്നമുണ്ട്. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ബിനിയ ബിനോയ്. നെക്സ്റ്റ് സെന്റൻസ് വായിച്ച മോളെ. ബിനിയ ബിനോയ്. ബർഗദ് പർ ചട് കഴിഞ്ഞിട്ട് ബിനിയ ബിനോയ്. ബിന്യ. എന്താ അൺമ്യൂട്ട് ആവുന്നില്ലേ? ബിനിക്ക് അൺമ്യൂട്ട് ആവുന്നില്ല. മുഹമ്മദ് നാഫി. നാഫി, പ്ലീസ് അൺമ്യൂട്ട്. നെക്സ്റ്റ് സെന്റൻസ് വായിച്ച മോനെ. പ്ലീസ് അൺമ്യൂട്ട്. ചടുക്കർ. ഓക്കെ. ചടുക്കർ. ഉത്തർ. ഉത്തർ. നെക്സ്റ്റ് ഇവിടെ വായിക്കാം. ചൽ ഉദർ. ഓക്കെ. നഹർ തക്ക് ചൽ. ഓക്കെ, വെരി ഗുഡ്. ഫറ ഫാത്തിമ. ഫറ ഫാത്തിമ. നെക്സ്റ്റ് ചൽ ഉദർ. ചൽ ഉദർ തക്ക് ചൽ കഴിഞ്ഞ അടുത്തത് ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടുള്ളത്. ചൽ ഫുൾ സ്റ്റോപ്പ്. നോ നോ, ചൽന്ന് അവിടെ കഴിഞ്ഞു. അവിടെ ഫുൾ സ്റ്റോപ്പ് കണ്ടില്ലേ? അത് കഴിഞ്ഞിട്ടുള്ള വായിക്ക്. നഹർ പർ. ചൽ അവിടെ ഇല്ല മോളെ. നഹർ പർ. ഓക്കെ, ഗുഡ് ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് മാളവിക. മാളവിക. മാളവിക സുരേഷ്. നെക്സ്റ്റ് സെന്റൻസ് നഹർ പർ ചൽക്കർ ജൽഫർ കഴിഞ്ഞിട്ട് കമല. കലേഷ്. പാർക്കർ. ഇദർ ആ. വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് അനഘ സുരേഷ്. അനഘ സുരേഷ്. നെക്സ്റ്റ് സെന്റൻസ് വായിക്കൂ. ഇദർ. ഇദർ. ഇധർ ഉധർ മത് കർ. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ് വായിച്ചേ. നെക്സ്റ്റ് കൂടെ വായിച്ചേ. ഇധർ ഉധർ മത്. ചട്പട്. ചിക്കൻ. ഓക്കെ. പഹൻ. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. പഹൻ, ഗുഡ്. അനീറ്റ ഫിലിപ്പ്. നെക്സ്റ്റ് സെന്റൻസ് വായിച്ച മോളെ.
അനീറ്റ. സോറി. അച്ഛക്കൻ. പ്ലീസ് അൺമ്യൂട്ട്. പ്ലീസ് അൺമ്യൂട്ട്. അനീറ്റ അൺമ്യൂട്ട് ചെയ്തേ. അനീറ്റ ഫിലിപ്പ് അൺമ്യൂട്ട്. പ്ലീസ് അൺമ്യൂട്ട്. വീണ്ടും ആയല്ലത്. ഒന്നുകൂടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, വായിച്ചോളൂ. അച്ഛക്കൻ. अचकन पहन कर शहर तक चल. ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാൻ അറിയാം അല്ലേ? എല്ലാവർക്കും വായിക്കാൻ അറിയാം. മിസ് ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഒറ്റ പീരീഡ് കൊണ്ട് എടുത്തു തീർത്ത പാഠമാണ്. പക്ഷെ നിങ്ങള് ശരിക്കും ക്യാച്ച് ചെയ്തിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ട് ഞാൻ വായിപ്പിച്ചത്. നന്നായിട്ടുണ്ട്, വെരി ഗുഡ്. മിടുക്കരാട്ടോ നിങ്ങള്, നന്നായിട്ടുണ്ട്. ഇനി കുറച്ചു പേര് ഇവിടെ വായിക്കാനുണ്ട് അല്ലേ? അവരെ വിളിക്കാം. പാഠഭാഗം വായിക്കാൻ അറിയാം. ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ഇപ്പൊ ആരെയെ വിളിച്ചത്? അനീറ്റ കഴിഞ്ഞ് ഷിഹാസ്. ഷിഹാസ്. നെക്സ്റ്റ് ഖാലിസ്ഥാൻ ഫരോ. നിങ്ങൾ അവിടെ ഫില്ല് ചെയ്യാം, ഹോംവർക്ക് തന്ന അല്ലെ? ഫില്ല് ചെയ്ത വാക്കുകൾ വായിച്ചോളൂ. ഷിഹാസ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിക്കണം. നല്ല കുട്ടികളാണ് നിങ്ങള്, ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി ഇന്ന്. ഷിഹാസ് പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്യേ. ഷിഹാസ് അൺമ്യൂട്ട് ആവുന്നില്ലേ? ഓക്കെ, വായിച്ചോളൂ. എന്താണ് അവിടെ ഫില്ല് ചെയ്തതെന്ന് വായിക്കാം. അവിടെ മിസ്സായ ചൽന്ന് തന്നിട്ടുണ്ട്. ബാക്കി എന്താ എഴുതിയത്? ഖാലിസ്ഥാൻ ഫരോ എന്ന് കണ്ടില്ലേ? ഫസ്റ്റ് എക്സാം എക്സർസൈസ് അഭ്യാസ്. അത് ഒന്നാമത്തത് വായിക്ക്. എഴുതിയിട്ടില്ലേ? പേജ് നമ്പർ 12. അതെന്താ ഹോംവർക്ക് ചെയ്തില്ലേ? ഇന്ന് തന്നെ ചെയ്തിട്ടാണോ ഹോംവർക്ക്? ഓക്കെ. എന്താ ഇവിടെ വരുക? ശലനേ ഉള്ളൂ. ഡാഷിന്റെ അടുത്ത് എന്താ വരുക? ഷിഹാസ് ഇപ്പൊ പറഞ്ഞേ. ചലനുണ്ട്. ബാക്കി എന്തായിരിക്കും വരിക? ശൽ ചേർത്ത് നമ്മൾ എന്താ പഠിച്ചത്? തൽഗം. ഗായും മായും അവിടെ എഴുതണം. ഷിഹാസിനെ കണ്ടോ? ഹോംവർക്ക് ചെയ്യാത്ത ഒരാളെ കണ്ടില്ലേ? ഷിഹാസ് ഹോംവർക്ക് ചെയ്യുന്നില്ല അല്ലെ? നെക്സ്റ്റ് മുഹമ്മദ് ടി. മുഹമ്മദ് ടി വായിച്ചോ? ഹോംവർക്ക് ചെയ്ത് ശബ്ദം, അതായത് വാക്ക് വായിക്കുക. പ്ലീസ് അൺമ്യൂട്ട്. വായിച്ചോളൂ. ഫസ്റ്റ് വൺ ശൽഗം. മൂന്ന് വാക്കുകളില്ലേ താഴോട്ടില്ലേ? അത് മൂന്നും വായിച്ചാ മതി. ശൽഗം കഴിഞ്ഞിട്ട് എന്റെ താഴെ എന്താ എഴുതിയത്? ഉബു എന്നാണോ താഴെ എഴുതിയത്? അത് എന്നാ കൊടുത്തേക്കുന്നത്. അത് ഡാഷ്. അത് എന്താ എഴുതിയത്? മുഹമ്മദ് ടി ഹോംവർക്ക് ചെയ്തിട്ടില്ലേ ഇതുവരെ? ഹോംവർക്ക് ചെയ്തില്ല? ചെയ്തില്ല. രണ്ടുപേരെ കണ്ടു, ഷിഹാസും മുഹമ്മദ് ടിയും. ഓക്കെ, വെരി ബാഡ്, വെരി ബാഡ്. ഹന്ന. ഇതാരാ? ഹന്ന ബാബ് എന്നാണ്. ഹന്ന. ഹന്ന പ്ലീസ് അൺമ്യൂട്ട്. ഇപ്പൊ ഹോംവർക്ക് ചെയ്താണ് മുഹമ്മദ് ടിയും ഷിഹാസും. അവിടെ ഇരുന്ന് ഹോംവർക്ക് ചെയ്തോ?
Hanna. Yes. Say 3 words. Shalgam and താഴെയുള്ള രണ്ട് വാക്കുകൂടെ പറഞ്ഞേ. Ali Stan Pharo. Abhyas 1. Page number 12. ഹോംവർക്ക് ചെയ്തില്ലേ മോള്? ഹന്ന ഹോംവർക്ക് ചെയ്തില്ലേ? ഇന്ന് ഹോംവർക്ക് ചെയ്യാത്തവരൊക്കെ ഇന്ന് ഞാൻ പിടിക്കുന്നുണ്ട്. എന്നാ വായിച്ചു കേൾക്കട്ടെ. ശൽഗം കഴിഞ്ഞിട്ട് ബാക്കി 2 വേർഡ്സ് ഏതൊക്കെയായിരുന്നു? കണ്ടുപിടിച്ചില്ല. ഇത്രയും നേരം നിങ്ങൾ എവിടെ നോക്കിയിരിക്കുവായിരുന്നു? Where is your text? Text book എവിടെ? Page number 12. അവിടെ ഇരുന്ന് അടുത്ത വിളിക്കുന്നവരൊക്കെ ബുക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ നല്ല വഴക്ക് പറയേ. Page number 12. Last. ഖാലിസ്ഥാൻ ഫരോ. വായിച്ചേ. അതുക്കൻ എന്നാണ് എഴുതിയേ. അതിരക്ക്. ഓക്കെ നെക്സ്റ്റ്. അതിരക്ക് എന്നായിരുന്നു. ലാസ്റ്റ് വൺ ഉപവൻ. ഓക്കെ ഉപവൻ. ശ്രദ്ധിച്ചിരിക്കട്ടോ, ഞാൻ വീണ്ടും വരും ഹന്നയുടെ അടുത്തോട്ട്. നെക്സ്റ്റ് അനിഹ മോഹൻ. നെക്സ്റ്റ് 3 വേർഡ്സ്. അനിഹ നല്ല സൗണ്ടിൽ പറയണം കേട്ടോ. പ്ലീസ് അൺമ്യൂട്ട്. बचपन. बचपन. पनखड़. टमटम. वेरी गुड, वेरी गुड. नेक्स्ट मोहम्मद शख्सात. मोहम्मद शख्सात. नेक्स्ट 3 वर्ड्स. ओके ओके. ഹർദം. അതിന് മുകളിൽ ഉണ്ടല്ലോ ബർത്തൻ. കഴിഞ്ഞിട്ട് എന്തായിരുന്നു? അത് കിട്ടിയില്ലേ? ഹോംവർക്ക് ചെയ്തിട്ടായിരുന്നോ? അതവിടെ ഒന്നുകിൽ അർമാൻ എന്ന് എഴുതുക അല്ലെങ്കിൽ അർക്കൻ എന്ന് എഴുതുക. അർക്കൻ എന്ന് പറഞ്ഞാൽ എന്താ? സൺ. അർമാൻ എന്ന് പറഞ്ഞാല് ആഗ്രഹം. നമ്മുടെ അതാണ് എന്താ ആംബിഷൻ എന്നൊക്കെ പറയും. അത് അർമാൻ അല്ലെങ്കിൽ അർക്കൻ. ഏതെങ്കിലും ഒരു വാക്ക് എഴുതിക്കൊള്ളുക. അർക്കൻ, അർമാൻ ഏതെങ്കിലും ഒരെണ്ണം എഴുതുക. ഹർദം. ഓക്കെ ഗുഡ് ഗുഡ് ഷഖ്സാദ്. ഡൊമിനിക്. ഡൊമിനിക്. ഇവിടെ 2 പേര് ഹോംവർക്ക് ചെയ്യാത്തവരുണ്ട്. അവരോട് ഞാൻ എഴുതാൻ പറഞ്ഞിരുന്നു. അവരവിടെ എന്ത് ചെയ്യും? അവിടെ ലാസ്റ്റ് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നതായിരിക്കും. ഡൊമിനിക് പ്ലീസ് അൺമ്യൂട്ട്. നെക്സ്റ്റ് 3 വേർഡ്സ് പറഞ്ഞേ. ഏതൊക്കെ എഴുതിയത്? ഡാഷ് ഗം. അവിടെ എന്താ എഴുതിയത്? ഡാഷ് ഗം എന്നാണോ വായിക്കണ്ടേ? എന്താ ഹോംവർക്ക് ചെയ്തോ? നീ ഹോംവർക്ക് ചെയ്തോ? ഇല്ല. ഡൊമിനിക്ക് ഹോംവർക്ക് ചെയ്തിട്ടില്ല. എന്താ ചെയ്യേണ്ടത്? നിന്നെ ഹോംവർക്ക് ചെയ്യുന്നതാണെങ്കിൽ തന്നെ അവനത് ക്ലിയർ ഇല്ലാതെ പോസ്റ്റ് ചെയ്യും. ഒന്നും മനസ്സിലാവുന്നുമില്ല. എന്താ ചെയ്യേണ്ടത്? ഇത് എന്തിനാ ഞാൻ ഇന്ന് വായിപ്പിക്കുന്ന അറിയാം? നിങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ടില്ല, നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നിങ്ങളെ ഇന്ന് ഓരോരുത്തരെ കൊണ്ട് വായിപ്പിക്കുന്നത്. എക്സാമിന് ഇതൊക്കെ വരികയും ചെയ്യും. ഡൊമിനിക്ക് ഇന്ന് തന്നെ ഹോംവർക്ക് ചെയ്ത് ടീച്ചറിന്റെ വാട്സപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. 3 പേരെ ഞാൻ പിടിച്ചു ഇപ്പൊ. ഡൊമിനിക്ക്, മുഹമ്മദ് ടി, ഷിഹാസ്. നിങ്ങളെ ഇന്ന് സാറ് വിളിക്കുന്നതായിരിക്കും. ഓക്കെ നെക്സ്റ്റ് അമന്ന രാജേഷ്. അമന്ന രാജേഷ് വായിച്ച മോളെ. ആ 3 വേർഡ്സ് ഏതൊക്കെ എഴുതിയത്? അമനിക്ക് റേഞ്ച് ഇല്ല. നെക്സ്റ്റ് മിൻഹാജ്. അമനിക്ക് റേഞ്ച് ഉണ്ടോ? Then say no. Minhaj. Where is Minhaj? No. Jubal Maria.
ജുവൽ മരിയ വായിച്ചതല്ലേ? ഓക്കെ, ജുവൽ നോ വേണ്ട, ജുവൽ വേണ്ട. അമന്ന രാജേഷ് നോ. ടെസ മരിയ, ടെസ മരിയ പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ, വായിച്ചോ ടെസ മരിയ? ലാസ്റ്റ് 3 വേർഡ്സ് ഏതൊക്കെയായിരുന്നു? സർഗം. ഓക്കെ. കസർത്ത്. തർമസ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് ടെസ. അനഘ സുരേഷ്, പേജ് നമ്പർ 30. നെക്സ്റ്റ് പേജ് എടുത്തേ. എല്ലാവരും ശ്രദ്ധിച്ചോ? ഹോംവർക്ക് ചെയ്യാത്തവരെ പേരെഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. അനഘ സുരേഷ്, അനഘ സുരേഷ് പ്ലീസ് അൺമ്യൂട്ട്. വായിച്ചേ. ശബ്ദ ജോഡോ ഔർ പഠോ. എന്താ നിങ്ങൾ എവിടെ എഴുതിയത്? വായിച്ചു കേൾക്കണം. ശബ്ദ ജോഡോ ഔർ പഠോ. അനഘ വായിച്ചതാണ് ഒരു പ്രാവശ്യം അല്ലേ? അതെ അതെ അതെ, അനഘ വായിച്ചാണ്. ഓക്കെ മോളെ, റേഞ്ച് കുറവാണോ? ക്ലിയർ ഇല്ല. ഓക്കെ, വെരി ഗുഡ്, വായിച്ചതാണ്. നെക്സ്റ്റ് ഇനി ആരാ? അമനക്ക് റേഞ്ച് വന്നോ? അമന പ്ലീസ് അൺമ്യൂട്ട്. അമന്ന രാജേഷ് നോ. അജിത്, അജിത് ജോസഫ്. ആ വാക്കുകളൊക്കെ ഒന്ന് വായിച്ചു കേൾക്കട്ടെ മോനെ. ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ്. കസർത്ത്. ചടുപട്. ഓക്കെ, വെരി ഗുഡ്. ഇങ്ങനെ വായിക്കണം കുട്ടികള്. വെരി ഗുഡ്. അവർ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അവന് വായിക്കാൻ കിട്ടി. വെരി ഗുഡ്. ഇനി ആരാ മിസ് വിളിക്കാത്ത? തീരെ വിളിക്കാത്തവരാരായിരുന്നു? ഒന്ന് കൈ ഉയർത്തിയേ. ശ്രീഹരി വായിച്ചില്ലല്ലോ മോനെ. ആ ശ്രീഹരി. നെക്സ്റ്റ് നെക്സ്റ്റ് ശബ്ദ പൂരേക്കരോ. പെട്ടെന്ന് വായിക്കണേ, ബാക്കി കൂടെ പറയാം. ശബ്ദ പൂരേക്കരോ വായിച്ചോളൂ. ആ വാക്കുകളെല്ലാം വായിച്ചേ. നോ, അതിന്റെ താഴെ അഭ്യാസ് 3 ശബ്ദ പൂരേക്കരോ. ഓക്കെ, കമൽ. നറോ, നഹർ. ശൽഗം. ഓക്കെ, ഹോംവർക്ക് ചെയ്തോ ശ്രീഹരി? ഹോംവർക്ക് ചെയ്തില്ല? കുറച്ചുണ്ട്. എന്താ ചെയ്യാത്തത്? എന്തുകൊണ്ട് ചെയ്തില്ല? എന്ത് ഈസിയാ ഇതൊക്കെ? ഇതൊക്കെ മുമ്പത്തെ പേജിൽ തന്നെ ഉണ്ടല്ലോ. പെട്ടെന്ന് ചെയ്തോ അവിടെ ഇരുന്നിട്ട്. ഇനി ആരാണ്? മിൻഹാജ്. മിൻഹാജ് പ്ലീസ് ബി ഓൺ യുവർ വീഡിയോ. ബിനിയ, മിൻഹാജ്. അമന്ന, അമന്നക്ക് റേഞ്ച് ആയെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത മോളെ. അമന്ന അൺമ്യൂട്ട് ചെയ്യേ. ഓക്കെ, വായിച്ചോ ബാക്കി? ശൽഗം, ശൽഗം തുടങ്ങി ബാക്കി വായിക്കേ. അമ്മക്ക് റേഞ്ച് പ്രോബ്ലം ഉണ്ട്. മിൻഹാജിന് റേഞ്ച് പ്രോബ്ലം ഇല്ലെങ്കിൽ അമന്ന മോളെ റേഞ്ച് പ്രശ്നമാണോ?
ഓക്കെ. ബസ് അനക്ക അമന്ന സോറി അമന്ന മ്യൂട്ട് ചെയ്ത മോളത്. ക്ലിയർ ഇല്ല, വോയിസ് ക്ലിയർ ഇല്ല. അമന്ന ക്ലിയർ ഇല്ല മോളെ, മ്യൂട്ട് ചെയ്തോ? ഓക്കെ. മിൻഹാജ്, വേർ ഈസ് മിൻഹാജ്? മിൻഹാജിനെ കാണുന്നില്ലോ, ഒന്ന് കാണട്ടെ മോനെ. ഓക്കെ ഗുഡ്. ഒന്ന് വായിച്ച അടുത്ത വാക്കുകള്. നഹർ, ശൽഗം, അതിരക്ക്, മഖ്മൽ. അതിന്റെ ഇപ്പുറത്തെ റൈറ്റ് സൈഡിലുള്ള വാക്കുകൾ ഒന്ന് വായിച്ചു കേൾക്കട്ടെ. മിൻഹാജ്, റൈറ്റ് സൈഡിലുള്ള വാക്കുകള്. ഇത്ര വരെ കുട്ടികൾ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹോംവർക്ക് ചെയ്യാത്തവരെ ഒട്ടും പറഞ്ഞിട്ടില്ല. ആ പറയാത്തവരെ മനസ്സിലാവും എന്താ ഹോംവർക്ക് ചെയ്തിട്ടില്ല, അവര് പഠിച്ചിട്ടില്ല. മിൻഹാജ് സേ പ്ലീസ് അൺമ്യൂട്ട്. വായിച്ചോളൂ. കലം, നഗർ, ഓക്കെ. ഹോംവർക്ക് ചെയ്തില്ലേ? പൻകഡ് ഓക്കെ ചെയ്തു. പൻകഡ്. ബച്പൻ, ബച്പൻ, ഗുഡ്. ബർത്തൻ, ബർത്തൻ, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ഞാൻ വായിച്ചു തരാം. ഓക്കെ, നെക്സ്റ്റ് വായിച്ചു തരാം. ഇതൊന്നും ഈ പിന്നെ ബോക്സിലുള്ളത് നിങ്ങൾക്ക് എക്സാമിന് വരില്ല, എന്നാലും ഞാനൊന്ന് വായിച്ചു തരാം. പവൻ, മടക്ക്, മടക്കുകാർ, മത്തിച്ചൽ. രാവിലെ വായിച്ചു തന്നാ അല്ലെ, ഒരു പ്രാവശ്യം കൂടെ വായിച്ചു തരാം. 4th ലെസൺ പെട്ടെന്ന് എടുത്തോണ്ട് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒന്നും കൂടെ ശ്രദ്ധിച്ചാൽ മതി, പെട്ടെന്ന് ഈസി ആയിക്കോളും. പവൻ, മടക്ക്, മടക്കുകാർ, മത്തിച്ചൽ. പവൻ എന്ന് പറഞ്ഞ ഒരു പേരാ ആ കുട്ടിയോട്. ഓക്കെ, ഇപ്പൊ പറയേണ്ടതില്ല, മിസ് പറഞ്ഞ കേട്ടാ മതി. മുടന്തി മുടന്തി നടക്കരുതെന്നാ പറഞ്ഞേ പവനോട്. പക്, പടക്ക്, പടക്കുകാർ, മത്തിച്ചൽ. എന്താ ഒച്ച വയ്ക്കാതെ ഇങ്ങനെ പടക്ക് പടക്ക് ശബ്ദം ഉണ്ടാക്കാതെ നടക്കരുത്. ഒച്ച വയ്ക്കാതെ നടക്കൂ. ഒച്ച വെക്കരുത് നടക്കുമ്പോൾ ഒച്ച ഉണ്ടാക്കരുത്. മത്തിച്ചൽ, ഉണ്ടാക്കരുത്. ചൽ, ചടുപട്, ചൽ. ചടുപട് ഇത് ചുറുചുറുക്കോടെ നടക്കൂ. ചൽ, നടുക്കടിച്ചൽ, കുസൃതി കാണിക്കാതെ നടക്കൂ. കടുപ്പട്, കടുപ്പട്, മത്തുക്കർ. ബഹളം വെക്കാതെ, വെപ്രാളം കാണിക്കാതെ നടക്കൂ. ടക്ക് ടക്ക്, ടക്ക് ടക്ക്, മത്തുക്കർ. എന്താ ഇത് തന്നെ, ബഹളം ഉണ്ടാക്കാതെ നടക്കൂ. ചൽ, കസർക്കർ, കസർത്തുക്കർ. എന്താ നന്നായിട്ട് വ്യായാമം ചെയ്യൂ. ഡർക്കർ, കസർത്തുക്കർ. എന്താ പേടി കൂടാതെ വ്യായാമം ചെയ്യൂ. പിന്നെ ലാസ്റ്റ് കണ്ടോ, ചിത്രം കോ, ശ്രദ്ധിച്ചിരിക്കണം. ചിത്രം കോ ശബ്ദം കെ സാത്ത് മിലാവോ. ആ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ വാക്കുകൾ നമുക്കറിയാം. ഉപവൻ എന്ന് പറഞ്ഞാൽ എന്താ, ഗാർഡൻ ആണെന്ന് അറിയാം അല്ലെ, പൂന്തോട്ടം. ഷർബത്ത് എന്ന് പറഞ്ഞാൽ ജ്യൂസ് അറിയാം അല്ലെ, മാച്ച് ചെയ്യാൻ ഈസിയാണ്. തെർമസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ UKG മുതൽ പഠിക്കുന്നതാ അല്ലെ. തെർമസ്, ആ ജഗ്, അത് കണ്ടാൽ അറിയാം, മനസ്സിലാവും. കസർത്ത് മീൻസ് വ്യായാമം. കസർത്ത് ആ ഒരു വാക്കാണ് ഇവിടെ. പൻഖഡ്, വെള്ളം കോര. നമ്മളിപ്പോ വെള്ളമൊക്കെ എടുക്കാൻ പോകുന്ന സ്ഥലമില്ലേ, കിണറ്റിൻകര പറയാം, അതാണ് പൻഖഡ്. പൻഖഡും കസർത്തും മാത്രം നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന പാഠമുള്ളൂ ഇവിടെ, അല്ലെ, വാക്കുള്ളൂ ഇവിടെ. അപ്പം കസർത്ത് എക്സർസൈസ്, പൻഖഡ് എന്ന് പറഞ്ഞാല് വാട്ടർ ഡ്രോയിങ് പ്ലേസ് എന്ന് പറഞ്ഞ വെള്ളം എടുക്കുന്ന സ്ഥലം. അത്രേ ഉള്ളൂ. ഈസി അല്ലേ? മാച്ച് ദ ഫോളോയിങ്. പരിചയമുള്ള വാക്കുകളാണ്. ചിത്ര ദേക്കുക, വാക്യ പൂരേക്കരോ. ചിത്രം നോക്കിയിട്ട് ആ വാക്യം പൂരിപ്പിക്കണം, സെന്റൻസ് പൂരിപ്പിക്കണം. അംജദ് ഡാഷ് ചഗ്. അംജദ് എന്താ അവിടെ കുടിക്കുന്നത്, എന്താ രുചിച്ചു വെക്കുന്നത്? ഷർബത്ത് ചുഗ്. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം.
അഞ്ചത് ഷർബത്ത് ചക് എന്ന് തന്നെ പഠിക്കണം. 5 പ്രാവശ്യം പറഞ്ഞു പഠിക്കണം. എങ്കിലേ എഴുതാനാവുള്ളൂ. എക്സാമിന് ചോദിക്കുകയും ചെയ്യും. അഞ്ചത് ഷർബത്ത് ചക്, അസ്ലം ബർഗത് പർ മത് ചട്. അങ്ങനെ തന്നെ വായിച്ചു പഠിക്കണം. അസ്ലം ബർഗത് പർ മത് ചട്, അഫ്ജൽ അച്കൻ പഹൻകർ ചൽ, പവൻ ബദൻ പർ മഖ്മൽ, സർഗം ബർത്തൻ പർ രസ് ചഖ്. നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും. ഞാൻ അതാണ് ഇപ്പൊ പരീക്ഷിച്ചത് ആദ്യം തന്നെ. ഈ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളെ കൊണ്ട് ഈ പാഠഭാഗം വായിപ്പിച്ചത് എന്തിനാന്ന് വെച്ചാല് മിസ് പെട്ടെന്ന് ഒരു പീരീഡ് ക്ലാസ് എടുത്ത് പോയിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നന്നായിട്ട് നിങ്ങൾ ക്യാച്ച് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് മനസ്സിലാക്കി വായിച്ചു. ടീച്ചർക്ക് നല്ല സന്തോഷമുണ്ട്. ഓക്കെ, നല്ല കുട്ടികളാട്ടോ, ശ്രദ്ധിച്ചിരുന്നു. ഇതിൽ ഹോംവർക്ക് ചെയ്യാത്തവരുടെ പേര് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഹോംവർക്ക് ചെയ്ത് പോസ്റ്റ് ചെയ്തോ, എന്നാ വഴക്ക് കേൾക്കില്ല. മുഹമ്മദ് ഷഹ്സാദ് എന്താ ഇവിടെ ചെയ്യുന്നേ? പിന്നെ എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർഡ് ആവണം, നന്നായിട്ട് പഠിക്കണം. ഹോംവർക്ക് ഇന്ന് ഹോംവർക്കായിട്ട് ഒന്നുമില്ല, നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. 4ാമത്തെ പാഠം നന്നായിട്ട് വായിക്കുക. അതായത് വാക്യ പൂരക്കര എന്നൊക്കെ ഉള്ളതൊക്കെ നന്നായിട്ട് വായിക്കുക. ആ സെന്റൻസ് വായിച്ച് ബൈഹാർട്ട് ആക്കിയാൽ മതി, എന്നപ്പോ ഈസി ആവും. നിങ്ങൾക്ക് ചോയ്സ് തരും, എടുത്ത് എഴുതിയാൽ മതി എക്സാമിന്. ഇപ്പം ചോയ്സ് അറിയണമെങ്കിൽ ഏതാന്ന് അറിയണമെങ്കിൽ നമ്മൾ പഠിക്കണം ആദ്യം, അല്ലേ? അതെ, പഠിച്ചാലേ നമ്മൾക്ക് ഏതാ അതിൽ എടുത്ത് എഴുതേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. 6 minutes ഓൺലി. ഇവിടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കൈ ഉയർത്തുക, ചോദിക്കാം. എക്സാമിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഋഷികേഷ് പറയാനുണ്ടോ? ഒന്നുമില്ല. നന്നായിട്ട് വായിച്ചു, നിങ്ങള് സെന്റൻസ് ഒക്കെ നന്നായിട്ട് വായിച്ചിട്ടുണ്ട്, മിടുക്കര. ഗുഡ്. ആർക്കും ഒന്നും ചോദിക്കാനില്ല? നോ. ഗുഡ്. നന്നായിട്ട് പഠിക്കണം കേട്ടോ. നന്നായിട്ട് വായിച്ച് പഠിച്ചാല് ഈസിയാ, എക്സാം ഒക്കെ ഈസി ആവും. ഇനിയിപ്പോ ഈ ക്ലാസ്സിൽ ചോദിക്കാൻ വിഷം ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിച്ചു ചോദിച്ചാലും കുഴപ്പമില്ല. ജുവൽ മരിയ ഞാൻ പറഞ്ഞോളൂ. കോപ്പി നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് എഴുതിക്കോ. കോപ്പി നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് നന്നാവാൻ വേണ്ടിയിട്ടുള്ളതാണ്, വാക്കുകൾ പരിചയപ്പെടാനുള്ളതാണ്. കോപ്പി എഴുതിക്കോ. പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിക്കണം, അതുകൊണ്ട് കോപ്പിയുടെ കാര്യം ഒന്നും പറയാത്തത്. ഇപ്പൊ ഹിന്ദി കോപ്പി ചെയ്ത എല്ലാവർക്കും പേജ് നമ്പർ 10 കംപ്ലീറ്റ് ദ സെന്റൻസ് ഇല്ലേ? യെസ്, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മോളെ? നമുക്ക് ഇപ്പൊ അടുത്ത ആഴ്ച എക്സാം വരുമല്ലേ? എക്സാമിന് അതൊക്കെ ചോദിക്കുന്നുണ്ട്, കംപ്ലീറ്റ് സെന്റൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ST ഉണ്ടെന്ന് പറഞ്ഞ എന്തിനാ? പഠിക്കാൻ വേണ്ടിട്ട് പറഞ്ഞ. പഠിച്ചോ കേട്ടോ. നമുക്ക് എക്സാമിന് എഴുതാം. ജുവലിന് മനസ്സിലായോ? യെസ്, ഓക്കെ. നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഇനി ആർക്കാണ്? മുഹമ്മദ് ആഫ്ല അതിന്റെ പേട്ടെ ഒന്നും ചോദിക്കാനില്ല എല്ലാവർക്കും? ഒന്നുമില്ല. നാഫി പ്ലീസ് അൺമ്യൂട്ട്. സോറി മിൻഹാജ്. നാഫി സോറി മിൻഹാജ് ചോദിച്ചോ മോനെ. നാഫിനും മിൻഹാജിനും മാറിപ്പോകും. ഈ ബോക്സില് എഴുതാനുണ്ടാവും എക്സാമിന്. ഏതാ മോനെ? ഏതാ പേജ് നമ്പർ പറഞ്ഞേ? പേജ് നമ്പർ 13. 13 അത് ലാസ്റ്റ് എത്തത്. ഇല്ല, അതൊന്നും ഉണ്ടാവില്ല. 13 അത് ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് വായിക്കാനും എഴുതാനും എഴുതി പഠിക്കാനൊക്കെ ഒരു വാക്യം ഉണ്ടാക്കാനൊക്കെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ചുമ്മാ നിങ്ങളെ അതിന്റെ പേട്ടെ ആദ്യത്തതുണ്ടാവോ? ഇല്ല, അതൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് അത് വായിച്ചു പഠിക്കണം നിങ്ങള് കേട്ടോ. ചിലപ്പം അംജദ് അത് തന്നെയല്ലേ അപ്പുറത്ത് പൂരാക്കര വന്നേക്കുന്നത്. അംജദ് ഡാഷ് ചഖ്. എന്താ
അംജദ് ഷർബത്ത് ചെറുത്. അത് തന്നെ അവിടെ വന്നിരിക്കുന്നത്. ആ അഭ്യാസമൊക്കെ നന്നായിട്ട് പഠിച്ചാൽ മതി കേട്ടോ. എക്സസൈസ് ഒക്കെ നന്നായിട്ട് പഠിച്ചാൽ മതി. എക്സാമിന് എഴുതാം. ഓക്കെ, ബൈ, സി യു. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, എക്സാം എഴുതുക. നല്ല കുട്ടികളാട്ടോ. ടീച്ചർക്ക് നല്ല സന്തോഷം. ഓക്കെ, ബൈ, സി യു.